എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഗചൈതന്യക്കൊപ്പം കുടുംബവും കുട്ടികളുമായി കഴിയാനായിരുന്നു സമന്ത തീരുമാനിച്ചിരുന്നത്. അന്ന് നടി വെച്ച ഡിമാൻഡ് ഇതായിരുന്നു, തുറന്നു പറഞ്ഞ നിർമ്മാതാവ്. തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് സമന്ത. തൻ്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. അപ്രതീക്ഷിത വെല്ലുവിളികളാണ് താരത്തിന് തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. നാഗചൈതന്യമായുള്ള വേർപിരിയലും മയോസിറ്റീസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗം തുടങ്ങിയ പലവിധ പ്രതിസന്ധികൾ താരം അഭിമുഖീകരിച്ചു. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ 2017 സമന്തയും നാഗചൈതന്യം വിവാഹിതരായത്. 2021 ഇരുവരും പിരിഞ്ഞു. ശേഷം രണ്ടാളും സിംഗിളായി തുടരുകയായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നാഗചൈതന്യയുടെ വിവാഹ നിശ്ചയം നടന്നത്. നടി ശോഭിത ധൂലിപാലയാണ് നാഗചൈതന്യയുടെ വധു. ഇതിന് പിന്നാലെ സമന്തയും വാർത്തകളിൽ നിറയുകയാണ്. ഇപ്പോഴിതാ നാഗചൈതന്യക്കൊപ്പം കുഞ്ഞുങ്ങളൊക്കെയായി സെറ്റ് ചെയ്യാനായിരുന്നു സമന്തയുടെ ആഗ്രഹമെന്ന് പറയുകയാണ് സമന്ത വേഷമിട്ട ശകുന്തള സിനിമയുടെ നിർമ്മാതാവ് നീലിമ ഗുണ. ചിത്രത്തിന്റെ സംവിധായകൻ ഗുണശേഖരന്റെ മകളാണ് നീലിമ. 2021 സമന്തയുടെ വിവാഹമോചനത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ശകുന്തളം പ്രോജക്റ്റിനായി നടിയെ സമീപിച്ചത്. കഥ ചർച്ച ചെയ്യുന്നതിനായി ഞാൻ സമന്തയെ കണ്ടിരുന്നു. സമന്തയ്ക്ക് കഥ ഇഷ്ടമായതോടെ ചിത്രം ചെയ്യാൻ സമ്മതിക്കുകയാണോ? എന്നാൽ സമന്ത ഒരു ഡിമാൻഡ് വെച്ചു. ജൂലൈ ഓഗസ്റ്റ് മാസത്തിന് ഇടയിൽ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കണം എന്നായിരുന്നു സമന്തയുടെ ഡിമാൻഡ്. അതിനുശേഷം തനിക്ക് ഭർത്താവിനൊപ്പം സമയം ചിലവഴിക്കണമെന്നും കുട്ടികളുമായി ജീവിതത്തിൽ സെറ്റിലാകണോ എന്നുമായിരുന്നു സമന്ത പറഞ്ഞിരുന്നത്. അതിനാ 3 മാസത്തിനുള്ളിൽ തന്നെ സമന്തയുടെ സിനിമയിലെ ഭാഗങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ ഡിവോഴ്സിനെ കുറിച്ച് ഒരു സൂചന നൽകാതിരുന്ന കുടുംബത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ച സമന്തയുടെ വിവാഹമോചന വാർത്തയാണ് പിന്നീട് അറിഞ്ഞത് എന്നുമാണ് നീലിമ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നത്. ഇവരുടെ ഈ വിവാഹമോചനത്തെക്കുറിച്ച് ഒരാൾ കമൻ്റ് ഇട്ടത്, ഡയമണ്ട് കളഞ്ഞ് സ്വർണം വാങ്ങിയെന്നാണ്. അത് ശരിയാണ്, സമന്തയായിരുന്നു നല്ലത് കേട്ടോ. പക്ഷേ ധൂലിപാല മോശമാണെന്നല്ല, പക്ഷേ സമന്തയായിരുന്നു നല്ലത്. സാമന്ത. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ കാണുന്നവരെയും